റോസ്മേരി പ്ലാന്റിൻ്റെ വിത്ത് പാകിയിട്ട് പിടിക്കാത്തവർക്ക് ഈ ടിപ്പ് നന്നായിരിക്കും. ഇത് ഞാൻ കടയിൽ നിന്ന് മേടിച്ച് റോസ്മേരി പ്ലാന്റിന് 4 സ്റ്റെം കട്ട് ചെയ്തിട്ട് അതൊരു കുപ്പിയിൽ വെള്ളം ഒഴിച്ച് അതിനകത്ത് ഒരു 3 ആഴ്ച ഇട്ടതിന് ശേഷം വേര് നല്ല രീതിയിൽ പൊട്ടിമുളച്ച രീതിയിലാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. റോസ്മേരി നടുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഡ്രെയിനേജ് വേണം. വെള്ളം ഇതിനകത്ത് കെട്ടിക്കിടക്കുന്നത് ഈ പ്ലാന്റിന് അത്ര യോജിച്ചതല്ല. 3 ആഴ്ചയ്ക്ക് ശേഷമുള്ള എൻ്റെ റോസ്മേരിയുടെ റൂട്ടുകളാണ് നിങ്ങളീ കാണുന്നത്. ഇത്ര നല്ല രീതിയിൽ വേര് വന്നിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പം ഞാൻ നല്ല രീതിയിൽ ലൂസായിട്ടുള്ള മണ്ണാണ് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. പുതിയതായിട്ട് വേര് പൊട്ടി വന്ന ഈ റോസ്മേരി കൊമ്പുകൾ നമുക്ക് ഈ ചട്ടിയിലേക്ക് മാറ്റി നട്ടുപിടിപ്പിക്കാം. നല്ല ലൂസുള്ള മണ്ണാണ് ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുത്തേക്കുന്നത്. അത് വേര് ഓടാൻ നല്ല രീതിയിൽ സഹായിക്കും. വെള്ളം കെട്ടിക്കിടക്കാതെ ഈ ചെടി നല്ല രീതിയിൽ വളരാനായിട്ട് അതിനെ സഹായിക്കും. അങ്ങനെ നമ്മുടെ റോസ്മേരി പ്ലാന്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. മണ്ണിൻ്റെ മോൾ വശത്ത് നനവുണ്ടെങ്കിൽ വെറുതെ അനാവശ്യമായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. ഈ മണ്ണ് ഡ്രൈ ആയിട്ട് തോന്നുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അധികം വെള്ളം കെട്ടിക്കിടന്നാൽ ഈ പ്ലാന്റിന് അത്ര നല്ലതല്ല. വളരെ ഗുണകരമുള്ളൊരു പ്ലാന്റാണ്. ഇത് വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി വളരെയധികം ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊരു ടിപ്പായിട്ട് നിങ്ങൾ ചെയ്തു നോക്കൂ. ഉറപ്പായിട്ടും അതിൻ്റെ റിസൾട്ട് കിട്ടും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. ഓക്കെ.